guys. Hey, mom's gonna make vegetable fried rice. എല്ലാ ഫ്രണ്ട്സും വാക്സിൻ എടുത്തോ? COVID-19 എതിരെയുള്ള വാക്സിൻ എല്ലാവരും വാക്സിനേറ്റഡ് ആവുക. വാക്സിനേറ്റഡ് ആവാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വാക്സിൻ എടുക്കണം. കാരണം COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക്കിനെതിരായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷൻ മാത്രമല്ല, നമ്മുടെ അറൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമ്മുടെ ഹോൾ സൊസൈറ്റിക്കും നമ്മൾ പ്രൊട്ടക്ഷൻ നൽകുകയാണ്. നമ്മൾ ഒരു വാക്സിൻ എടുക്കുന്നതിലൂടെ, COVID-19 വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് മാത്രം ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷൻ അല്ല, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഹോൾ സൊസൈറ്റിക്ക് തന്നെ നമ്മൾ COVID-19 നിന്നും ഒരു പ്രൊട്ടക്ഷൻ നൽകുകയാണ് ചെയ്യുന്നത്. സോ എല്ലാ ഫ്രണ്ട്സും എത്രയും വേഗം വാക്സിനേറ്റഡ് ആവുക. ഇപ്പോൾ കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെഡോണയും ഫൈസറും വാക്സിൻസ് ആണ്. സോ 12 years പ്ലസ് ആയിട്ടുള്ള കുട്ടികൾക്കും വാക്സിൻ എടുക്കാം. അവർക്ക് ഫൈസർ വാക്സിനാണ്. 18 years ആൻഡ് പ്ലസ് ആയിട്ടുള്ളവർക്ക് ഇവിടെ മെഡോണ അല്ലെങ്കിൽ ഫൈസർ, ഇതിലേത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് വാക്സിൻ നമ്മൾ ഫൈസറാണ് എടുത്തിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് വാക്സിൻ മെഡോണ എടുക്കുന്നതിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് വാക്സിൻ മെഡോണയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് വാക്സിൻ ഫൈസർ എടുക്കുന്നതിലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കാനഡയുടെ പുതിയ റെക്കമെൻഡേഷൻ. മിക്സ് ചെയ്തെടുക്കുന്നതിൽ കുഴപ്പമില്ല, കാരണം അതിൻ്റെ RNA എല്ലാം സിമിലർ ആണ് എന്നാണ് പറയുന്നത്, മെഡോണയും ഫൈസറും. ഓക്കെ, അപ്പോൾ വാക്സിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വാക്സിൻ എടുക്കാൻ പറ്റും. ബട്ട് 12 years അണ്ടർ ആയിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരാണ് ഏറ്റെടുക്കുന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ അബിൻ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അപ്പം നിങ്ങളെല്ലാം വാക്സിനേറ്റഡ് ആവുന്നുണ്ട്, അപ്പം നമുക്ക് വാക്സിൻ ഇല്ലേ, നമുക്ക് എന്താണ് COVID-19 നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്നാണ് എൻ്റെ കുട്ടി ചോദിച്ചത്. അത് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമ്മൾ ഓരോ പേരൻസും ആ ഒരു കുട്ടികളെ ആ ഒരു COVID-19 നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെസ്പോൺസിബിളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വാക്സിൻസ് എടുക്കാൻ പറ്റില്ല കുട്ടികൾക്ക്, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് COVID-19 നിന്നും കുട്ടികൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റുക? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ്, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡാണ്. ഒബ്വിയസ്ലി പ്രോപ്പർ ഹാൻഡ് ഹൈജീനും ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതും സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതും പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ഫുഡ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താലും അത് ഹെൽത്തി ആണെന്നും ന്യൂട്രിയൻ റിച്ച് ആണെന്നും അവർക്ക് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന കണ്ടൻസ് അടങ്ങിയിട്ടുള്ളതാണ് എന്നും നമ്മൾ ഉറപ്പാക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ റെസിപ്പി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള. സോ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ലഞ്ച് റെസിപ്പി, അത് ഒരു കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് സ്റ്റിർ ഫ്രൈ ചെയ്തതിന് ശേഷം റൈസിൽ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അതിനോടൊപ്പം ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പിയും കൂടെ ചെയ്യുന്നുണ്ട്. ഒരു ഹെൽത്തി ലഞ്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള അതേസമയം വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. വാച്ച് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പം നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മഷ്റൂംസ് ആണ്, പിന്നെ അതുപോലെ കുറച്ച് ബ്രോക്കോളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണിത്. ഞാൻ അഭിനും റയാനും ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര മടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളത് കഴിച്ചോളും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഓൾറെഡി ഞാൻ ഇവിടെ റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഈ എന്താ പറയുന്നത് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു റെസിപ്പിക്ക് എപ്പോഴും നമ്മുടെ ബസ്മതി റൈസ്, ബിരിയാണി റൈസാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസ് അതിലോട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും റൈസ്. അതൊരു ടിപ്പാണ്. പ്രത്യേകിച്ച് നമ്മൾ ബിരിയാണി അങ്ങനെയുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റൈസ് അങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, സ്റ്റിക്കി ആവത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് ഓരോ റൈസ് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റൈസ് വേവാനായിട്ട് ഒരു 10 മിനിറ്റ്സ് മതിയാവും. അപ്പം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളം എന്തായാലും നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട്. ഞാൻ നമ്മുടെ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ ചോപ്പർ. എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചോപ്പറാണ്. അപ്പോൾ ഇതിൽ ഞാനിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ലെവലിന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു മീഡിയം സൈസിന് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ കുട്ടികൾക്ക് അതെടുത്ത് കഴിക്കാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വലുതായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ കഴിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈസ് കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലെയാണ് ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചോപ്പറിൽ. ഇനി ഞാൻ ചോപ്പ് ചെയ്തിട്ട് അത് ഒരുപാട് അങ്ങ് ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ലെവലിന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ക്യാരറ്റ്സ് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് എടുക്കണം. അപ്പം ഞാൻ നമ്മുടെ ചോറ് ഇവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അങ്ങ് ചെറുതായിട്ടും ഇല്ല, എന്നാൽ ഒരു മീഡിയം സൈസിന് ഞാനിത് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള നമ്മുടെ മഷ്റൂംസും ബ്രോക്കോളിയും കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം. സോ ഞാൻ ബ്രോക്കോളിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അങ്ങ് ഞാൻ ബ്രോക്കോളി തോരനൊക്കെ ചെയ്ത പോലെ അത്രയും അങ്ങ് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് നമ്മുടെ ക്യാരറ്റിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ഓയിലിലിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലി ഞാൻ നമ്മുടെ മഷ്റൂംസും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസിന്റെ കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ നമുക്ക് ഒന്ന് ഒലിവ് ഓയിലിലിട്ടിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കോവിഡൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. കാരണം അവർക്ക് വാക്സിൻസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കാരണം അവരുടെ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മാക്സിമം കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ മാക്സിമം ന്യൂട്രിയൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡറൊക്കെ മീൻസ് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഒക്കെ പാലിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നട്ട് പൗഡർ ഉണ്ടാക്കാൻ പറ്റും. അത് നല്ലൊരു പ്രോട്ടീൻ പൗഡറാണ് ആക്ച്വലി. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നട്ട് പൗഡർ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് പ്രൊസീജിയർ. ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും ആവും. പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഫുഡ് തന്നെ കൊടുക്കരുത്. എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെന്യൂസ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് മടുത്തു പോകും. ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും കഴിച്ചിട്ട് അവർക്ക് മടുപ്പുണ്ടാവും. സോ അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഓരോ ദിവസവും ഡിഫറെൻറ്റ് ഫുഡ് റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒലീവ് ഓയിൽ ഓർഗാനിക് ബയോളജിക് ടെറ ഡെൽസിയ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ്. ഞാൻ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പിനച്ച് ലീവ്സ് ഭയങ്കര ഗുണമുള്ള സാധനമാണ് സ്പിനച്ച് ലീവ്സ്. അപ്പോൾ സ്പിനച്ച് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാറുണ്ട് നോർമലി. ബട്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഈ ഒരു സ്റ്റിർ ഫ്രൈയും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം ഞാൻ ഒരു ഓംപ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ സ്പിനച്ച് ഓൾറെഡി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി അതിൻ്റെ സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട് ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാത്തത് സ്പിനച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് സ്പിനച്ച് ലീവ്സും കൂടെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ പോലും അറിയാതെ അതെല്ലാം അവർ കഴിച്ചോളും. സോ ഞാൻ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരു വെജിറ്റബിൾസും നമ്മൾ ഒരുപാട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രോക്കോളി ആണെങ്കിലും മഷ്റൂംസ് ആണെങ്കിലും ക്യാരറ്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ട് കഴിക്കേണ്ട വെജിറ്റബിൾസ് ആണ് എല്ലാം തന്നെ. ഓവർ കുക്ക്ഡ് ആയിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ പോവും. അതുമാത്രമല്ല അതിൻ്റെ ഒരു ക്രഞ്ചി ഫീലിംഗ് പോവും.
എല്ലാത്തിനും മുകളിൽ അതിൻ്റെ ന്യൂട്രിയൻസ് കുറേ നഷ്ടപ്പെടും. അതുകൊണ്ട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് കുക്ക്ഡ് ആവേണ്ട ആവശ്യമുള്ളൂ. ഇതൊരു 3 to 4 minutes മാത്രമേ എടുക്കുള്ളൂ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് നമ്മുടെ എന്താ പറയുക കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. കാരണം മഞ്ഞൾപ്പൊടി നമുക്ക് ഈ ഒരു കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ കുട്ടികൾക്ക് മഞ്ഞൾപ്പൊടി പാലിൽ ഒരു നുള്ള് പാല് നമ്മൾ കൊടുക്കുമ്പം അതിലൊരു നുള്ള് പാലിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഗോൾഡൻ മിൽക്ക് എന്നാണ് പറയുന്നത്. ഈവൻ നമുക്കും കഴിക്കാൻ നല്ലതാണ്. ഈ ഒരു കോവിഡ് ടൈംസിലൊക്കെ മഞ്ഞൾപ്പൊടി മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നമ്മൾ ഇന്ത്യൻ ഫുഡിൽ മാക്സിമം നമ്മളെല്ലാം ചെയ്യാറുണ്ട് ഓൾറെഡി. സോ ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ എന്ത് കറി വെച്ചാലും നമ്മൾ ആവശ്യത്തിന് അതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നുള്ള് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ടർമറിക് പൗഡർ. അതുപോലെ നമ്മുടെ കുരുമുളക് പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 minutes മാത്രം മതിയാവും ഒന്ന് സ്റ്റിർ ഫ്രൈ ആയി എടുക്കാനായിട്ട്. ആദ്യം മീഡിയത്തിൽ വെക്കുക ഫ്ലെയിം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 1 minute നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചോറ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ മിക്സും ചോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ റൈസൊക്കെ കണ്ടോ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കാരണം നമ്മൾ ആ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതിൻ്റെ ഒരു ഗുണമാണത്. സോ ഇത് എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അറിയാത്ത ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ന്യൂ ഇൻഫർമേഷനാണ്. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ സ്പൂണിനേക്കാളും ഒരു ഫോർക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകത്തില്ല നമ്മുടെ റൈസ്. അല്ലെങ്കിലും കുഴഞ്ഞു പോകത്തില്ല, കാരണം ഇത് ഞാൻ ഇങ്ങനെ ലെമൺ ജ്യൂസൊക്കെ ഇട്ട് ചെയ്തതുകൊണ്ട് കുഴഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. എന്നാലും ഒരു ഫോർക്ക് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ വളരെ ജെൻറ്റിലായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കിഡ്സിന് പറ്റിയ ഹെൽത്തി, ടേസ്റ്റി, ഡെലീഷ്യസ് ആയിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഇത് സെർവ് ചെയ്യാം. കുട്ടികൾ വയറ് നിറച്ച് കഴിച്ചോളും. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഡെലീഷ്യസ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സെയിം ചോപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ക്യാരറ്റും ബ്രോക്കലിയും മഷ്റൂംസും ഒക്കെ ചോപ്പ് ചെയ്ത സെയിം ചോപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വാഷ് ചെയ്തിട്ടില്ല. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം ഒരു ചെറിയ ഓംലേറ്റ്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ റെഡ് ഓണിയൻ ആണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഷാലറ്റ്സ് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതൊരു 4-5 എണ്ണം എടുത്ത് ഇതിൽ ചോപ്പ് ചെയ്തെടുക്കുക. അല്ല അത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ സവാള ഒരു 1/4 ഭാഗം മതി. ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു 1/4 മതിയാവും. അത് ഇതിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സവാള ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ചോപ്പറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടുന്നത് സ്പിനച്ചാണ്. ബേബി സ്പിനച്ചാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ബേബി സ്പിനച്ചിൻ്റെ ലീവ്സ് ഒരു 4-5 ഇല മതിയാവും. എല്ലാ സ്പിനച്ച് ലീവ്സും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്പിനച്ച് ലീവ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മുട്ട ആഡ് ചെയ്ത് ഈ നമ്മുടെ ചോപ്പറിലിട്ട് തന്നെ ഒന്ന് എന്താ പറയുക ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. കണ്ടോ, നമ്മുടെ സ്പിനച്ചും ഉള്ളിയും എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ നമ്മുടെ 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ എഗ്ഗും ആ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ലീഫും നമ്മുടെ ഉള്ളിയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരിക്കലും നമ്മൾ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ വരത്തില്ല. ഇതും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് ഇങ്ങനെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഒരുപാട് ഫ്രണ്ട്സിന് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അറിയാത്ത ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ന്യൂ ഇൻഫർമേഷൻ. അപ്പം നമുക്കിത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കാസ്റ്റ് ആൻഡ് പാനാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ അയൺ അബ്സോർപ്ഷനും ഉണ്ടാവും. കുറച്ചുകൂടെ ഹെൽത്തി വേർഷനാണ്.
ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒബ്വിയസ്ലി പ്രോപ്പർ ഹാൻഡ് ഹൈജീനും ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതും സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതും പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. That's very good. And before you go, hit the bell and subscribe to our channel. I love you. Take care and bye-bye.